ഇപ്പോൾ ഫിലിപ്പ് കവീൽ നമുക്കൊപ്പമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ വക്താവ് ശ്രീ ഫിലിപ്പ് കവീലുണ്ട്. നമസ്കാരം ശ്രീ ഫിലിപ്പ് കവീൽ പിതാവ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് NSS അനുകൂലമായ വിധി എല്ലാവർക്കും ബാധകമാക്കുന്ന തരത്തിൽ നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചട്ടം 300 പ്രകാരം സഭയിലൊരു പ്രസ്താവന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സഭയുടെ സമ്മർദ്ദം ഫലം കണ്ടുവെന്ന് കരുതാമോ? സഭയുടെ സമ്മർദ്ദമല്ല, സഭയുടെ ന്യായമായ ആവശ്യമായിരുന്നു അത്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. NSSന് ലഭിച്ച വിധി എല്ലാവർക്കും ബാധകമാണെന്നായിരുന്നു സഭയുടെയും അഭിപ്രായം. അതനുസരിച്ചുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് പലതവണ ഞങ്ങൾ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഒരു വേള അതിനെക്കുറിച്ച് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തതാണ്. പിന്നീടും അത് സുപ്രീം കോടതിയുടെ റെഫറൻസിന് വിട്ടത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി അത് അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതിന് നടപടി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. കാരണം നമ്മളുടെ ഒരു ആവശ്യമായിരുന്നു അത്. ഈ ആവശ്യം ഗവൺമെന്റ് ഗൗരവതരത്തിൽ പരിഗണിക്കുക തീർച്ചയായും സ്വാഗതാർഹമാണ്. പക്ഷേ അതിന് നടപടിയും ഫലവും ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ചട്ടപ്രകാരം പ്രസ്താവന നടത്തുന്നതിനോടൊപ്പം നിയമനം നടത്താനുള്ള അനുവാദം കൂടി നൽകണം, അല്ലേ? തീർച്ചയായിട്ടും നിയമനം നടത്താനുള്ള അനുവാദമല്ല, നിയമന ഉത്തരവുകൾ അംഗീകരിക്കണം. ആ അധ്യാപകർക്ക് അവരുടെ നിയമനം അംഗീകരിച്ച് അവർക്ക് ശമ്പളം കിട്ടുന്ന നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വാഗ്ദാനങ്ങൾ മാത്രം പോരാ, നടപടികൾ വേണമെന്നുള്ളതായിരുന്നു സഭയുടെ ആവശ്യം. അത് പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമ്മളൊരു ആവശ്യം ഉന്നയിക്കുന്നത് നടപ്പിലാക്കി കിട്ടുവാൻ വേണ്ടിയാണല്ലോ. ഇത് മാത്രമല്ല, മറ്റു വിഷയങ്ങളുണ്ട്. JB കൊച്ചി കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നത് സ്വാഗതാർഹമാണ്. നടപടി ഉണ്ടാവുക എന്നതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ആഗ്രഹവും. താങ്ക് യു. കത്തോലിക്ക കോൺഗ്രസിന്റെ വക്താവ് ഫാദർ ഫിലിപ്പ് കവീലാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ഫാദർ.